ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഷുവിൻ്റെ ക്ലീനിങ്ങും കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്ലീനിങ് ഒന്നല്ല, അത്യാവശ്യം കുറച്ച് 2 ആഴ്ച മുമ്പ് എനിക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷന് ഞാൻ അവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ നടത്തിയതാണ്. എന്നാലും നമ്മൾ വിഷു ഒക്കെ വരുമ്പോൾ നമുക്കങ്ങനെ ഇല്ലാണ്ട് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പരിപാടി കാര്യമായിട്ടൊന്നും നോക്കാനില്ല കേട്ടോ. അപ്പോൾ ഇതേ മോനുള്ള ദോശയാണ് കേട്ടോ. ഞാനും മോളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് പോയി. അപ്പോൾ ഇത് ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഈ മേലെ ഭാഗങ്ങളിലൊക്കെ ലാഡർ വെച്ച് കയറി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് വെള്ള കളർ ആയതുകൊണ്ട് തന്നെ പിന്നെ പൊടിയും മഴുക്കൊക്കെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാനുണ്ട്. മോൻ എണീറ്റ് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പം പല്ലൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ അവനുള്ള ദോശയൊക്കെ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗത്തിൽ തന്നെ ഓരോരോ റൂമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാറാല ഒന്ന് തൂക്കും. മാറാല ഉണ്ടാവാറൊന്നുമില്ല, എന്നാലും ഞാൻ എല്ലാ ദിവസവും ഞാൻ അടിച്ചു വരുമ്പോൾ ഇതുപോലെ ചൂലും കൊണ്ടൊന്ന് പെട്ടെന്നൊന്ന് വീശി പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് മാറാലൊന്നും ഉണ്ടാവാറൊന്നുമില്ല. എന്നാലും ചെയ്യുന്ന സമയത്തെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മാറാലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തട്ടി നീക്കി ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ഫാൻ എല്ലാ റൂമിലുള്ള ഫാനുകളൊക്കെ ഒന്ന് പൊടി തട്ടണം. പിന്നെ നമുക്ക് സ്ലൈഡിങ്, ഈ ഒരു ജനലിൻ്റെ ട്രാക്കുകൾ വൃത്തിയാക്കുക, അതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ മാറാലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഓരോരോ റൂമായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നല്ലൊരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ. അപ്പോൾ ഇതേ ഞാനും മോളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. മോനുള്ളത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇന്നലെ ബിരിയാണി, ഇവിടെ ഇന്നലെയായിരുന്നു കേട്ടോ പെരുന്നാൾ. അപ്പോൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് 2 പേർക്കും ഇന്നലത്തെ ബിരിയാണി ഇന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അവർക്കുള്ള ബിരിയാണി എന്തായാലും ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാൻ നേരത്തെ ചൂടാക്കി കൊടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്കത്തെ കുക്കിങ്ങിൻ്റെ പരിപാടിയിലൊക്കെ ഇന്ന് ഒന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് രാത്രിയിൽ ഹസ്ബൻഡ് വരാറാകുമ്പോഴേക്കും ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഫുൾ ഡേ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം മുമ്പ് കുറച്ചായിട്ട് ചെയ്യാറാണ് പതിവ്. കാരണം മോന് സ്കൂളുണ്ടാവും, അവനെ സ്കൂളിൽ കൊണ്ടുപോവുകയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ സ്കൂൾ പൂട്ടുന്നത്. അപ്പോൾ ഇത്തവണ എന്തുകൊണ്ടോ 10-ാം തീയതി പൂട്ടിയത് കാരണം എനിക്കിപ്പോൾ ഇന്ന് പോകാണ്ട് പറ്റി, വീട്ടിൽ എല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ സ്കൂളിലൊക്കെ പോയി വരുന്ന അവനെ ട്യൂഷനൊക്കെ പറഞ്ഞു വിടുക ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ കുറച്ചായിട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇത്തവണ നേരത്തെ സ്കൂൾ അടച്ചിട്ടുണ്ട് കേട്ടോ. മിനിഞ്ഞാന്ന് സ്കൂൾ അടച്ചേ. അപ്പോൾ അങ്ങനെ ഏതായാലും ലാഡർ വെച്ചിട്ട് മേലെ കയറിയിട്ട് ഫാന് ഷോക്കേസിൻ്റെ മേലെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കണം. എനിക്ക് അതിൻ്റെ മേലെ കയറാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇത്തിരി ചെറിയതാണെങ്കിൽ പോലും പേടിച്ചാണ് കേട്ടോ ഞാൻ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേലത്തെ തട്ടിൽ കയറില്ലതേ ഒരു കാലം മുട്ട അവിടെ സപ്പോർട്ട് വെച്ച് കൊടുക്കൂട്ടോ. എനിക്കെന്താ ഭയങ്കര പേടിയാണ്. അപ്പം മേലെ കയറി നിന്ന് ഇത്ര എത്തി വലിഞ്ഞ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്റ്റെപ്പും കൂടെ മേലെയുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, ആ മേലെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത്ര കയറുന്നത് തന്നെ പേടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മോനോട് പറഞ്ഞു, ഇപ്പുറത്ത് ചെറിയൊരു ബാൽക്കണി ഉണ്ട്, ബാൽക്കണി അവിടെ ഇരുന്നിട്ട് മോനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ അവിടെ കൊണ്ടുവന്ന് ദോശയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അത് ഫാനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ട്രാക്ക്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് നിറച്ചും പൊടിയും മഴുക്കും, എന്തെങ്കിലും മോൻ കളിക്കുമ്പോൾ പേപ്പർ കീറിയിട്ടതോ അങ്ങനെ നിറയെ ഉണ്ടാവും കേട്ടോ. എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കൊണ്ട് വെക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റൈറ്റിംഗ് പാഡൊക്കെ വാങ്ങിച്ചത് എക്സാം കഴിഞ്ഞപ്പോൾ അത് അവിടെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവനോട് കബോർഡിൽ എടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കവറിലൊക്കെ ഇട്ടിട്ട് അവൻ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അതേ ട്രാക്കിനകത്ത് ഞാനിങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നല്ല ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ ഒരു സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നെല്ലാം നടുക്കാക്കി, ഇപ്പുറത്തെ സൈഡിൽ നിന്നെല്ലാം നടുക്കാക്കി ഇനി പേപ്പർ വെച്ചിട്ട് അതിൽ നിന്നെല്ലാം കോരിയെടുക്കും. എന്നിട്ട് നനഞ്ഞൊരു തുണി വെച്ച് നന്നായി തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ കാണുന്ന ആ സ്പീഡിലല്ല കേട്ടോ, ഒരുപാട് സമയം എടുക്കുക ഒരു ഇത് തന്നെ ചെയ്യാൻ വേണ്ടി. അതായത് വാൾ ടു വാളല്ലേ ഇപ്പോഴത്തെ ജനലുകളൊക്കെ. അപ്പോൾ അത്രയും നീളത്തിൽ ഈ 4-5 ട്രാക്ക് ഉണ്ടാവും. അത് ഫുള്ള് ഇങ്ങനെ പൊടികളൊക്കെ ബ്രഷ് കൊണ്ട് തൂത്ത് ഒരു ഭാഗത്താക്കിയെടുത്ത് അത് പൊടിയൊക്കെ അതൊന്ന് കോരിക്കളഞ്ഞ് പിന്നെ ഇത് നനഞ്ഞ തുണി വെച്ച് ഓരോ ട്രാക്കും വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കാറുണ്ട്.
വാക്വം ക്ലീനർ ഉണ്ട്, ചെറിയൊരു വാക്വം ക്ലീനർ ഇതിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് അത് ഇഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അത്രയും നീറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നോക്കി അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കഴുകി നല്ല നനഞ്ഞ തുണിയൊക്കെ വെച്ച് തുടച്ചു. ഇനിയിപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ ബാൽക്കണിയുടെ ട്രാക്ക്. ഇവിടെയും ഇതേപോലെ തന്നെ ഇതിപ്പോൾ 2 ആഴ്ച മുമ്പ് വൃത്തിയാക്കിയത് കൊണ്ടാണ് ഇത്രക്ക്, അല്ലെങ്കിൽ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയും അതൊക്കെ പൊടിയൊക്കെ ഞാൻ ബ്രഷ് വെച്ച് തന്നെ തുടച്ച് എല്ലാം പൊടിയൊക്കെ താഴേക്ക് ഇട്ടിട്ട് ഇതേപോലെ നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ പതിവ്. അപ്പോൾ അതിൻ്റെ ആ ട്രാക്കിനുള്ളിലെ പൊടികളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും പൊടികൾ ആ ട്രാക്കിനകത്തുനിന്ന് വന്നു. ഇതിപ്പോൾ 2 ആഴ്ചത്തെ പൊടികളാണ്. അപ്പോൾ അത്രയും പൊടികൾ വരുന്നുണ്ട് കേട്ടോ. 4 സൈഡ് നിറയെ റൂമിനകത്ത് തന്നെ നല്ലോണം പൊടിയോ അഴുക്കും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബിൽഡിംഗ് ആണ് തൊട്ടപ്പുറത്ത്, എന്നാൽ പോലും ഇവിടെ നിറയെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കുക, അപ്പോൾ ഞാനിപ്പോൾ എല്ലാം അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി, അവിടെയും ബാൽക്കണിയിലും മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കി, ട്രാക്കൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. എന്തായാലും അത്രയും നല്ലോണം പൊടിയുണ്ടല്ലോ, അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ബെഡ്റൂം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും അപ്പുറത്ത് ഇതേപോലെ, അതായത് മോളുടെ ബെഡ്റൂമും 2 ബെഡ്റൂമാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെയും ഇതേപോലെ തന്നെ ട്രാക്കുകൾ വൃത്തിയാക്കാനുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ തുടക്കാനുള്ളതാണ്. ഞാനത് ഒരുമിച്ചാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു നാളെ ഹസ്ബൻഡിനും മോൾക്കൊക്കെ ലീവാണ്. അപ്പോൾ ഇത്തിരി പണി അവർക്കും കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു അവരെ കൊണ്ട് ചെയ്യിക്കാം, ഗ്ലാസ്സൊക്കെ തുടപ്പിക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പം ഈസി ആയിട്ടുള്ള പണി എന്നാണ് അവരെപ്പോഴും വിചാരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് അവർ ചെയ്യുമ്പോഴല്ലേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സൊക്കെ അവർ ചെയ്യും, ട്രാക്ക് മാത്രം ഞാൻ വൃത്തിയാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു കബോർഡിൻ്റെ എല്ലാം ഇതൊക്കെ ഞാൻ തുടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തുടക്കുന്നതുകൊണ്ടാണ് നല്ല ഷൈനിങ്. 5-6 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നീറ്റാക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്തതും അടുത്ത റൂമിലെ ഫാനും ഇതേപോലെ തന്നെ പേടിച്ചിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ താഴെ കൊടുക്കുന്നത്. എന്തോ ഭയങ്കര പേടിയാണ്. കുറച്ച് ഹൈറ്റ്, അതെ, കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് അതെന്തോ ഒരു പേടി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീഴൊന്നും ഇല്ലയെന്നറിയാം, എന്നാലും പേടിയാണ്. പിന്നെ AC ഒക്കെ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് അവർ സർവീസിന് വന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടത് കൊണ്ട് തന്നെ ജസ്റ്റ് വെറുതെ മേലെ ഒന്ന് പൊടി തട്ടുകയേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയേ ചെയ്തുള്ളൂ. പിന്നെ നമ്മുടെ കബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് മാറാലയൊക്കെ തൂത്ത് കബോർഡൊക്കെ തുടച്ചെടുത്ത് ഇനിയിപ്പോൾ ഈ റൂമും അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ റൂമിലും എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതായത് ആദ്യം ട്രാക്ക് വൃത്തിയാക്കി മാറാല തൂത്ത് കബോർഡൊക്കെ ചെയ്ത് പിന്നെ അടിച്ചു വാരി എടുക്കുക. അങ്ങനെ ആ ഓരോ റൂമും ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ബെഡ്റൂമും അടിച്ചു വാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്ത് മോളുടെ റൂമിലും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ മോള് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ അതിനകത്തിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ക്യാമറയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച് അത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അത്രയും കൂടെ മോളുടെ റൂമും ഒക്കെ വൃത്തിയാക്കിയിട്ട് വന്നു. ഇനി അടുക്കള ബാക്കിയുണ്ട്. അപ്പോഴേക്കും ആകെ എന്നെ കാണാൻ മനസ്സിലാകുന്നില്ല, വേർത്ത് ഒലിച്ചാകെ ടയേർഡായി. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഏകദേശം സമയം 2:30 മണിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം ചെറുതായിട്ടൊരു വിശപ്പുണ്ട്, ഒരു ക്ഷീണമുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്നു. കുളിക്കാൻ ആയിട്ടില്ല, കാരണം കിച്ചണും വൃത്തിയാക്കാനുണ്ട്. ഇനി നിലമൊക്കെ ഒന്ന് തുടക്കവും വേണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നിട്ട് കുട്ടികൾക്കുള്ള ചോറും ചൂടാക്കി കൊടുക്കണം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്കിങ്ങനെ പണിയെടുത്ത് ക്ഷീണമൊക്കെ ആയ ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാനൊന്നും വലിയ ഇഷ്ടം, പൊതുവേ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ടയേർഡൊക്കെ ആയിരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഇങ്ങനെ ആകെ വയ്യാണ്ടായിരിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ചോറൊന്നും ഉണ്ണാൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്താറിയാണ് കേട്ടോ. നമ്മുടെ റാഗി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയില്ലേ, അത് ഞാനിങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് അത് ഇട്ട് കൊടുക്കും. പിന്നെ 2 സ്പൂൺ ഓട്സും കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ണികൾക്ക് കുറുക്ക് ഉണ്ടാക്കുന്നത് പോലെ, പക്ഷെ കുറുക്കായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്, നല്ല ലൂസായിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ കുടിക്കുന്ന പാകത്തിന് ഒരു ചെറിയ മധുരം മാത്രം കേട്ടോ, ലൈറ്റായിട്ടുള്ള മധുരം, ഒരു കഷ്ണം ശർക്കരയോടും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങനെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറുണ്ണാൻ മടിയുള്ള ദിവസം. ഇപ്പോൾ ഇതേ മക്കൾക്കുള്ള ബിരിയാണി ഞാൻ കുക്കറിൽ ആവി കയറ്റാനൊക്കെ മടിച്ചിട്ട് ഇങ്ങനെ കടായിൽ കുറച്ച് ചൂടുവെള്ളം നനച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെറുതായിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു കഷ്ണം നമ്മുടെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാനാകുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ.
എന്നിട്ട് അങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പൊതുവേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടി തന്നെയാണ്. അപ്പം ഞാൻ ഇതാണ് മിക്കപ്പോഴും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റാഗി അവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് പിന്നെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി നല്ലോണം ഉണ്ട്. വൈറ്റമിൻ D3യും കാൽഷ്യം ഡെഫിഷ്യൻസി നല്ലോണം ഉള്ളതുകൊണ്ട് റാഗി നല്ലതുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള സമയങ്ങളിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് ഇതുപോലെ ഈ ഗ്ലാസ് ഇതിപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് അല്ലേ, ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ എനിക്ക് നന്നായിട്ട് വിശപ്പ് മാറും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പല ദിവസങ്ങളിലും, ഇന്നെന്നല്ല കേട്ടോ, പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാൻ മടിയുള്ള സമയത്തൊക്കെ ഇതാണ് കേട്ടോ എൻ്റെ ഭക്ഷണം. ചിലപ്പോൾ രാത്രിയിൽ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞത് അടുക്കളയും വൃത്തിയാക്കി കഴിഞ്ഞ് അടുക്കളയിലെ ഫാനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തുടക്കണം. അപ്പോഴേക്കും ഞാൻ ആകെ വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു കള്ളപ്പണി തന്നെയാണ്. കാരണം താഴെയൊക്കെ പൊടിയൊക്കെ ഉള്ളത് കാരണം തുടക്കാണ്ട് വയ്യല്ലോ. അപ്പം ജസ്റ്റ് ഒരു തുടക്കലാണ് ഇന്ന് ചെയ്യുന്നത്. നാളെ ശനിയാഴ്ച മോൾക്ക് ലീവാണ്. പിന്നെ വിഷുവിൻ്റെ തലേ ദിവസമല്ലേ നാളെ. അപ്പോൾ എന്തായാലും നാളെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ മതിയെന്ന്. എന്നിട്ട് അത്യാവശ്യം ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ ദിവസം ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ വേഗം കുളിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇത്രയും ചെയ്ത് മതിയാക്കുകയാണ്. നാളെ നമ്മുടെ വിളക്ക് കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക് കിണ്ടി കാര്യങ്ങൾ, പിന്നെ കണി വെക്കാനുള്ള വിളക്ക് കാര്യങ്ങളൊക്കെ തേച്ച് കഴുകണം. പിന്നെ ടോയ്ലറ്റ് ബാത്റൂമൊക്കെ ഞാൻ കുളിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സമയത്ത് കുറച്ചും കൂടി ഒന്ന് ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നാളെ അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുടക്കലും കൂടെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കുളിയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഇപ്പം 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പോകണില്ല. പോയിട്ട് കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് എടുക്കും കേട്ടോ. പിന്നെയാണ് വൈകുന്നേരമാണ് കേട്ടോ ഇന്നിപ്പം ചോറും കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ ക്ലീനിങ് വിശേഷങ്ങളുമായിട്ട് കാണാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു പറയുന്നു. പിന്നെ നാളെയും പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.